മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സഗനി സ പനി മപ ഗമ പനി പമഗ സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവാം കതിരോണം. ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. ടേസ്റ്റ് ആൻഡ് ടോക്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണാശംസകൾ. നന്മയുടെയും പ്രതീക്ഷകളുടെയും കൂട്ടായ്മയുടെയും ഒക്കെ പ്രതീകമായ ഓണം ഇത്തവണ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലാണ്. അവിടെ ഫുൾ സെറ്റാണ്, എല്ലാം റെഡിയാണ്. എങ്കിൽ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ സന്തോഷത്തോടു കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഒരു രസമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നെയ്യപ്പം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ കല്യാണ രസം, മാമ്പഴ പുളിശ്ശേരി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രാവിലെ കിച്ചണിൽ ഈ രസത്തിൻ്റെയും പുളിശ്ശേരിയുടെയും ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ സ്മെല്ലിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഓണം വൈബ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫുഡ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഓണക്കോടി ഉടുത്ത് റെഡിയാവാൻ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓണക്കോടി ഉടുക്കുക, പൂക്കളം ഒരുക്കുക, സദ്യ കഴിക്കുക, ഇതൊക്കെയാണല്ലോ ഭയങ്കര ത്രില്ലിങ്ങും സന്തോഷമൊക്കെ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി റെഡി ആയതിനു ശേഷം നമുക്ക് ഗീതുവിൻ്റെയും കിച്ചുവേട്ടൻ്റെയും വീട്ടിലേക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകാം. ഭാഗ്യം നിങ്ങൾ മുണ്ടെടുക്കൂലെന്ന് കരുതിയാണ്. നിങ്ങൾ മുണ്ടെടുത്തിട്ടില്ല, ഈ മുണ്ട് ഊരിട്ട് ഇവിടെ തരാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എപ്പോ തീരും? അവിടെ പോയി നിന്നോളൂ. നിങ്ങളുടെ ഓണത്തിന് തുണിയൊക്കെ എടുത്തിട്ടേ എന്താണ് ചേട്ടാ. കിച്ചേട്ടനെ എടുക്കുമ്പോ ഗീതുവിനെ കാണുന്നത്, ഗീതുവിനെ എടുക്കുമ്പോ കിച്ചേട്ടനെ കാണാം. അതെന്ത് നെയ്യപ്പാ പറയും? ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുത് മൊത്തമായിട്ടുള്ളല്ലോ. ഇതെല്ലാം ഒറ്റ മാമ്പഴമാണ്. ഇത് മോര്, ഇത് രസം, ഇത് നമ്മളെ ലെമൺ പിക്കിൾ.
ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും ഗീതു ഫുൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം മിനുക്കുമണികൾ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്ത് തീർത്തു. ഇനി പൂക്കളം ഇടണം, സദ്യ ഇട്ട് ഓണം ഉണ്ണണം. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സഗനിസ പനി മപ ഗമ പനി പമഗ സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവാം കതിരോണം. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്. തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായോടനിലാവ്. വള്ളം കളിയായി പൊന്നോണപ്പാട്ടുമായി അത്തം പത്താകും നാൾ പൂത്തിരുനാള്. പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമപനി പമഗ സഗമപ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ പൂക്കളം ഒരുക്കി തിരുവാതിര കളിച്ച് ഓണം സെലിബ്രേഷൻ നമ്മളിങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് പ്രധാനമായിട്ടുള്ള സംഭവത്തിലേക്ക് കടക്കുന്നത്. നല്ല ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഓണസദ്യയാണ് ഗീതു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഓണസദ്യ കഴിക്കാനായിട്ട് പോവാണ്. ഈ വൈറ്റ് അല്ല, കിച്ചടിയാണ്. ഇതാണ് ബോളി. ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിലെ സദ്യയുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. പ്രത്യേകിച്ച് കല്യാണ സദ്യക്കൊക്കെ ഇത് ഇങ്ങോട്ട് ഇലയിലോട്ടിടും. അതിൻ്റെ പുറത്ത് നല്ല സേമിയ പായസം ഒഴിക്കും. എന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ കുഴച്ച് 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 ഇല്ല. ഇത് മിനി ബോളിയാണ്. പാൽപ്പായസമായിരിക്കും കേട്ടോ. പാൽപ്പായസം എന്ന് വെച്ചാൽ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടല്ലോ, അത് ഈ റോസ് കളറിൽ ഇങ്ങനെ തിളപ്പിച്ച് അതിനിങ്ങനെ കണ്ടൻസ് ചെയ്ത് കുറുകിയെടുത്ത റോസ് കളറിലുള്ള അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഞങ്ങളുടെ സൈഡിൽ വരുന്നത്. ഇവിടെ പക്ഷെ പാലട. അപ്പൊ ഇത് പൊറോട്ടയിൽ ഒഴിച്ച് വെച്ചാലുണ്ടാവും. പൊറോട്ടയിൽ ഒഴിച്ച് വെക്കണമെങ്കിൽ ബീഫും കൂടെ വേണം.
അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് ബോളിയും പാൽപ്പായസത്തിന്റെ കോമ്പിനേഷൻ ഉണ്ട്. സദ്യയിൽ ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാ സദ്യയിലും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അവസാനത്തെ ബോളിയും പാൽപ്പായസം. അപ്പൊ ബോളി ഇപ്പൊ ഇട്ടിട്ടുണ്ട് നമ്മള്. അതിന്റെ പുറത്ത് ഞങ്ങളിപ്പോ വാങ്ങിച്ചൊരു പാൽപ്പായസമാണ്. സംഭവം. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അത് ഈ റോസ് കളറിൽ തിളപ്പിച്ച് റോസ് കളറിലാണ്. നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു. എല്ലാം ഒന്നിനൊന്നും വെച്ചും നല്ല രുചിയുണ്ടായിരുന്നു. സദ്യക്കൊടുവിൽ തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു, നല്ല ബോളിയും പാൽപ്പായസവും. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിച്ചത് അതാണ്. ഭയങ്കര കിടു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണം വളരെ കെങ്കേമമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അടുത്ത വർഷം ഇതിലും വിപുലമായിട്ട് നമുക്ക് എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചെറിയ ഓണം വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസ് പറയണം. അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്. തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായോടനിലാവ്. വള്ളം കളിയായി പൊന്നോണപ്പാട്ടുമായി അത്തം പത്താകും നാൾ പൂത്തിരുനാള്. പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും. ഗമപനി പമഗ സഗമപ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം.